നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താ ചെയ്യുന്നത്? പുറത്തുനിന്ന് അകത്തേക്ക് വരാൻ സാധ്യതയുള്ള ഇൻവേഡേഴ്സിനെ ഒക്കെ തന്നെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി അഥവാ അത് പിന്നെയും അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കൊന്നു കളയണം. എന്നിട്ടും അത് നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് കയറുകയാണ്, എന്നിട്ട് അത് ബോഡിക്ക് അകത്തുണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻസിനെ ലിമിറ്റ് ചെയ്യണം. ഇമ്മ്യൂൺ ഫംഗ്ഷൻ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അത് സ്വന്തം ശരീരത്തിലത്തെ കോശങ്ങളെയും പുറത്തുനിന്ന് ശരീരത്തിനകത്തേക്ക് വരുന്ന കോശങ്ങളെയും തമ്മിൽ മനസ്സിലാക്കണം, അല്ലെ? അങ്ങനെ ഒരു ഓവർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മനസ്സിലാവുന്നില്ല ഇപ്പോഴവിടെ റിയൽ ത്രെട്ട് ഉണ്ടോ, അല്ല പെർസീവ്ഡ് ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് മാത്രമാണോ. പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ആ രോഗലക്ഷണമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നു എന്നുള്ളതിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പനി മാത്രമല്ല, ചിലപ്പോഴൊക്കെ വീക്കം വരും. ഗുഡ് ഈവനിങ് ഓൾ. ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴത്തെ ഇത്രയും ക്ലൈമറ്റ് ചേഞ്ചും അല്ലെങ്കിൽ കോവിഡും ഒന്നും പല പല കാര്യങ്ങളും വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ചോദ്യത്തിന്റെ മുഴുവൻ ഉത്തരവും ഞാൻ പറയാനാവില്ല. ഒരു ഡിസ്ക്ലൈമറോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇന്നിപ്പോ ഞാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിനെ പറ്റി കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ? 10ാം ക്ലാസ്സിന്റെയും 12ാം ക്ലാസ്സിന്റെ ഒക്കെ റിസൾട്ട് വന്നു. അപ്പോൾ ഈ റിസൾട്ടിൽ എന്തുകൊണ്ടാണ് ഒരു പിഴവ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത റിസൾട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിലേക്ക് നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടത്. അപ്പൊ ഈ ഒരു ഇമ്മ്യൂൺ ഫംഗ്ഷനെ സംബന്ധിച്ചും അത് തന്നെ ആയിരിക്കും. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയാണ്, അല്ലെ? രോഗം പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ സ്വായത്തമായ ശേഷി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ഒരു പ്രതിരോധ ശേഷി നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട്, ആ ഒരു കാര്യം മുതൽ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് മുമ്പ് ഡിഫൻസിലായിരുന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഞാൻ പറയാം. ഇപ്പോ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എനിമി ഇൻട്രൂഡേഴ്സ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യണം, അല്ലെ? അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റും എത്രയോ ലക്ഷം കോടികൾ ആണ് ചെലവഴിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും ഇതുപോലെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം അത്രയും പ്രോപ്പർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താ ചെയ്യുന്നത്? പുറത്തുനിന്ന് അകത്തേക്ക് വരാൻ സാധ്യതയുള്ള ഇൻവേഡേഴ്സിനെ ഒക്കെ തന്നെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി അഥവാ അത് പിന്നെയും അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കൊന്നു കളയണം. എന്നിട്ടും അത് നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് കയറുകയാണ്, എന്നിട്ട് അത് ബോഡിക്ക് അകത്തുണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻസിനെ ലിമിറ്റ് ചെയ്യണം. അത് എത്രത്തോളം നമ്മുടെ ബോഡിക്ക് ഹാം ചെയ്യുന്നുണ്ട് അതിനെ ലിമിറ്റ് ചെയ്യണം, അല്ലെ? ഇതും മാത്രമല്ല, ഇത് നമ്മുടെ പുറത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് പുറത്തു നിന്ന് വരുന്ന പലതരത്തിലുള്ള പാത്തജൻസിനെ പറ്റിയിട്ടാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇത് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ ഇത് കൂടാതെ അഥവാ ശരീരത്തിന് ഒരു മുറിവുണ്ടായാൽ അതിന്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കണം. അതുപോലെ തന്നെ പുതിയ പുതിയ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോ ചൂട് കൂടുക, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, ഇതല്ല മറ്റെന്തെങ്കിലും കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനെ അത്തരം ത്രെട്ടുമായിട്ട് അത്തരം ഭീഷണികളെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. നമ്മുടെ ശരീരത്തിന് അതുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂൺ ഫംഗ്ഷന് വേണ്ടി ആണ്. ബട്ട് അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ഇമ്മ്യൂൺ ഫംഗ്ഷൻ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അത് സ്വന്തം ശരീരത്തിലത്തെ കോശങ്ങളെയും പുറത്തുനിന്ന് ശരീരത്തിനകത്തേക്ക് വരുന്ന കോശങ്ങളെയും തമ്മിൽ മനസ്സിലാക്കണം, അല്ലെ? ഇപ്പൊ ബാക്ടീരിയ ഒരു ത്രെട്ടാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ബാക്ടീരിയയും വൈറസും ഒക്കെ ഒത്തിരി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. മൈക്രോബ്സ്, ഗട്ട് മൈക്രോബയോം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സാധനത്തിന് നമ്മുടെ ശരീരത്തിനകത്തുള്ളതിനെയും പുറത്തുള്ളതിനെയും തമ്മിൽ മനസ്സിലാക്കണം. അതുപോലെ ശരീര കോശങ്ങളെയും ഇൻവേഡേഴ്സിനെയും മനസ്സിലാക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ അതിന് എപ്പോഴും പണിയെടുക്കണം, എപ്പോഴും പണി നിർത്തണം എന്നറിഞ്ഞിരിക്കണം, അല്ലെ? ഇപ്പോ പുറത്തു നിന്ന് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു, ആ ടെററിസ്റ്റിനൊക്കെ കൊന്നു കഴിഞ്ഞു. അതിനുശേഷവും നമ്മുടെ മിലിറ്ററി അവിടെ പോയി ഫയറിംഗ് നടത്തിക്കൊണ്ടിരുന്നാലോ? നടക്കില്ല. അതിന് പല ഡിസ്റ്റർബൻസസും ഉണ്ടെന്നാണ് പറയുക അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. സോ എപ്പോഴാണോ അവരുടെ ആക്ഷൻ മതിയാക്കേണ്ടത് ആ സമയത്ത് അത് മതിയാക്കണം. അത് കൂടാതെ ഇതിന് വേണ്ടിയിട്ടുള്ള ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്യണം.
ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ടാവും. അതിന് മെമ്മറി, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി ഉണ്ട്, ഓർമ്മയുണ്ട്. ആ ഓർമ്മ കാരണമാണ് ഇങ്ങനെ ഒരു ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെ വാക്സിൻസിനൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇപ്പൊ അടുത്തിടെയായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇമ്മ്യൂണിറ്റി കുറവാണ്, അഥവാ നമുക്ക് വേണ്ടത്ര ഇൻഫെക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരും. പലതരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാവും, പകർച്ചവ്യാധികൾ എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചലഞ്ചസും നമുക്ക് വരും. ഈ ലൈഫ് സ്റ്റൈൽ ചലഞ്ചസിന് അനുസരിച്ചിട്ട് തന്നെ എഗെയിൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രോൺ ടു ഇൻഫെക്ഷൻ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. സോ അങ്ങനെയുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റി കുറവാകുന്നത് കൊണ്ട് വരുന്നത്. എന്നാൽ അതേ സമയത്ത് ഇമ്മ്യൂണിറ്റി ഒന്ന് കൂടിപ്പോയാലോ, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ത്രെട്ടും അവസാനിച്ചതിന് ശേഷവും അവിടെ പോയി ഫയറിംഗ് നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഓവർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഓവർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മനസ്സിലാവുന്നില്ല ഇപ്പോഴവിടെ റിയൽ ത്രെട്ട് ഉണ്ടോ, അല്ല പെർസീവ്ഡ് ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് മാത്രമാണോ. ഈവൻ ഇഫ് അങ്ങനെ ഒരു ത്രെട്ട് ഇല്ലാത്ത സമയത്തും ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ആവാം. ഓക്കെ, ഇത് മാത്രമല്ല, ആ ആവശ്യം തീർന്നു കഴിഞ്ഞതിന് ശേഷവും അവർ വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ ഒരു മാറ്റർ കണ്ടിട്ട് അതിനെ പിന്നെയും പിന്നെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. ചെറുതായിട്ട് പല കേസുകളിലും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ചെടികളുടെ ഇല, അത് ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് അലർജി ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ചില ആൾക്കാർക്ക് അലർജി റിയാക്ഷൻ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് എന്തോ ഒന്ന് അടുത്തൂടെ പോയി എന്ന് മാത്രം തോന്നുന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് പല സമയത്തും ചെറിയ ചെറിയ, ഇപ്പോ ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനോട് അലർജി ഉണ്ട്. നമ്മുടെ ഗോതമ്പിലും ഒക്കെ ഉള്ള സാധനമാണത്. ഈ ഗ്ലൂട്ടനോട് അലർജി ഉള്ളവർ എന്താണ്, അവർ അത് കഴിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാവും, പല രീതിയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സോയാബീൻ, ഇങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻസ് പെട്ടെന്ന് വളരെ കൂടുന്നു. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള സാധ്യതകൾ, സ്വയം പ്രതിരോധത്തിന് അപകടത്തിലാക്കുന്ന രീതിയിലുള്ള, സ്വന്തം ശരീരത്തിന് അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതിരോധം, ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ എണ്ണം കൂടും. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ചാലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഒന്ന് ഇന്നേറ്റ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന ഒരു ഇമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇമ്മ്യൂണിറ്റി പൊതുവെ അതിനെ സ്പെസിഫിക് ആയിട്ട് ഇന്നതിനോട് ഇമ്മ്യൂണിറ്റി എന്നൊന്നും പറയാനില്ല, എല്ലാത്തിനോടും ഉള്ള ഒരു കോമൺ ഇമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ട്. അതുപോലെ ഇത് തുടക്കത്തിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെസ്പോൺസ് അവേഴ്സും വളരെ ചെറിയ സമയത്തേക്ക് മാത്രമായിരിക്കും. അങ്ങനെ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ശരീരത്തിന്റെ സ്വന്തമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി. സ്പെസിഫിസിറ്റി ഈസ് ലിമിറ്റഡ് ഓർ ഫിക്സഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തുമായിട്ടാണ് ആക്ട് ചെയ്യാനുള്ളത് അത് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടൊന്നും ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി മാറുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിന് മെമ്മറി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയാണ് ശരീരത്തിന്റെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെയുള്ള ഒരു ഇമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ. എന്നാൽ അതേ സമയത്ത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. നമുക്കൊരു പ്രത്യേക സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഇതിന് പ്യൂർലി ആന്റിജൻ ഡിപ്പെൻഡന്റ് ആണ്. നേരത്തെ പറഞ്ഞതിന് ആന്റിജൻ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അവിടെ ആന്റിജൻ ഇല്ലെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യും, ബട്ട് ഇവിടെ ആന്റിജൻ ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ എടുക്കും. അതുപോലെ തന്നെ ഇതിന്റെ ആക്ഷൻസും കുറെ ദിവസങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല ഇതിന് ആ മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഫങ്ഷൻസ്, ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിക്കൻ ബോക്സ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിന്റെ കാരണം പ്രധാനമായിട്ട് ശരീരത്തിന് അതിന്റെ മെമ്മറി ഉള്ളത് കൊണ്ടും ഈ മെമ്മറി പെട്ടെന്ന് തന്നെ ചിക്കൻ ബോക്സിന്റെ വൈറസ് രണ്ടാമത് ഇൻഫെക്ട് ആവുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് കൊണ്ടുമാണ്. സോ ആ മെമ്മറിയും ആ ആന്റിബോഡീസും അത്രമാത്രം ശരീരത്തിന്റെ പാർട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ ഏത് അവയവമാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്? ഇതാണ് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യം. പല ആൾക്കാരും പറയും ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങനെ ഒരു പ്രത്യേക ഓർഗനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഓർഗനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു?
ശരീരത്തില് ഹേർട്ട്, രക്തചംക്രമണ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ലങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള അവയവങ്ങൾ പ്യുവർലി ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഇത്രയും വലുതായിട്ടും നമ്മുടെ ഹോൾ ബോഡിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പാർട്സ് ഉണ്ട്. ഈ പാർട്സ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂക്കോസ എന്ന് പറയാം. മ്യൂക്കോസ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാസദ്വാരങ്ങൾ മുഖേന വരുന്ന ഒരു ലിക്വിഡ് ഫോമാണ്. ഈ മ്യൂക്കസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ബാക്ടീരിയ പോലെയുള്ള എക്സ്റ്റേണൽ പാത്തജൻസിനെ അവിടെ പിടിച്ചു വെക്കും. പൊടി മാത്രമല്ല അത് പിടിച്ചു വെക്കുന്നത്, ഈവൻ പാത്തജൻസിനെ പിടിച്ചു വെക്കും, ഇമ്മീഡിയറ്റ്ലി അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ളതാണ്. മ്യൂക്കസ് പല സ്ഥലങ്ങളിലും ശരീരത്തിൽ തന്നെ അവൈലബിൾ ആണ്. ബേസിക്കലി അതിന്റെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് മ്യൂക്കസിന്റെ വർക്ക് ഏരിയ. തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ്, അതുപോലെ തന്നെ സ്പ്ലീൻ, ലിംഫ് നോട്ട്സ്, ലിംഫാറ്റിക് സിസ്റ്റം, ശരീരത്തിലെ ബ്ലഡ് സിസ്റ്റം പോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫും ലിംഫ് നോട്ട്സും ഒക്കെ ശരീരത്തിൽ നിന്ന് പാത്തജൻസിനെയും ടോക്സിൻസിനെയും റിമൂവ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ബോൺ മാരോ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവുന്നത് എവിടുന്ന? ബ്ലഡിനകത്താണ് WBC യെ പറ്റി ഞാൻ ഇതുവരെ പറഞ്ഞില്ല, വൈറ്റ് ബ്ലഡ് സെൽസ്, കോപ്പർ സെൽസ്. ഈ വൈറ്റ് ബ്ലഡ് കോപ്പർ സെൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മെയിൻ ആക്ഷൻ ഫോഴ്സ് എന്ന് പറയാം. പാത്തജനുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന മെയിൻ ഫോഴ്സ് അവരാണെങ്കിൽ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ റെഡിയാക്കുന്നത് ബോൺ മാരോ എന്നാണ്. ബോൺ മാരോ എന്നാണ് ബ്ലഡ് സെല്ലിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡിന്റെ ക്വാളിറ്റിയും ബ്ലഡിന്റെ ന്യൂട്രീഷണൽ ഇമ്പാക്റ്റും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എഫക്ട് ചെയ്യും. സ്കിൻ എന്തുണ്ടെങ്കിലും അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ പ്രാപ്തിയുള്ള ഒരു പ്രതലമാണ് നമ്മുടെ സ്കിൻ. അതുപോലെ തന്നെ ടോൺസിൽസ്, അഡിനോയിഡ്സ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഗ്ലാൻഡ്സ്, ഇവയൊക്കെ കൂടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഓർഗൻ ആയിട്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. ആൻഡ് നമ്മളൊക്കെ എല്ലാവരും തന്നെ ജനിക്കുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ഒരു റെഡിമെയ്ഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് ആ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ അഡാപ്റ്റബിൾ ഇമ്മ്യൂണിറ്റിയും കൂടിയിട്ട് ഇന്ന് വരെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പാത്തജൻസ് വന്നിട്ടുണ്ടോ അതിനെയൊക്കെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവും വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് പനി വരും അല്ലെ? പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ആ രോഗലക്ഷണമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നു എന്നുള്ളതിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പനി മാത്രമല്ല, ചിലപ്പോഴൊക്കെ വീക്കം വരും. ഈ കാരണം കൊണ്ടും ചിലപ്പോൾ നമുക്ക് തലയൊന്ന് ഇടിച്ചു, തലയ്ക്ക് പോലും നമുക്ക് പലതരത്തിലുള്ള വീക്കം വരുന്നില്ലേ? ഇത് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, എന്നാൽ ശരീരത്തിനകത്ത് ഉള്ളിലും പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ഇൻഫ്ലമേഷൻസും നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമാണ്. അലർജി എന്ന് പറയുന്നത് കുറച്ചു നേരത്തെ ഞാൻ സംസാരിച്ചു. അലർജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് പ്രായം കൂടുന്തോറും, ഏജ് കൂടുന്തോറും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന്റെ കപ്പാസിറ്റി അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ചില സമയത്ത് നമുക്ക് മെറ്റബോളിക് ഡിസീസസ് വരുന്നുണ്ട്, ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ BP റിലേറ്റഡ് ആയിട്ടോ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ട് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്വതസിദ്ധമായതും അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും രണ്ടും കുറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് സാധാരണ കാണാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ? ഒന്ന്, പ്രധാനമായിട്ട് നമുക്ക് കഫ് ആൻഡ് കോൾഡ്, പ്രധാനമായിട്ട് കോൾഡ് തന്നെ, ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരാം. മേ ബി അതിനൊരു മരുന്നെടുത്തോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കോ കഴിച്ചു വീണ്ടും അതേ ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യം പലപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അത് റിപ്പീറ്റ് ആവുന്നതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ചില മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വളരെ കാലതാമസം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉണങ്ങാത്തൊരു സിറ്റുവേഷൻ വരിക. പൊതുവെ സ്ട്രെസ്, ബോഡി സ്ട്രെസ് മാത്രമല്ല മാനസികമായിട്ടും മൊത്തത്തിലൊരു സ്ട്രെസ്, അത് ടയർഡ്നെസ് കൊണ്ടുവരുന്നതാവാം, അല്ലെങ്കിൽ ഉറക്കം, ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് നമ്മുടെ ഉറക്കമായിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടാം. അത് കൂടാതെ ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻ പിന്നെയും വന്നുകൊണ്ടിരിക്കാം. ലൈക്ക് ഈവൻ കോവിഡ് പോലും ചില ആൾക്കാർക്ക് അത് വന്നോ ഇല്ലയോ എന്ന് അറിയാത്ത സാഹചര്യം ഉള്ളപ്പോൾ 3 പ്രാവശ്യമൊക്കെ കോവിഡ് വന്ന് അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ ടയേർഡ് ആൻഡ് ഫാറ്റിക്.
നമുക്ക് മൊത്തത്തിൽ ബോഡി ടയർഡ്നെസ്സും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് ഈവൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് നൈറ്റ് സ്ലീപ്പിന് ശേഷം പോലും നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതും ഒരു പക്ഷെ ഈ ഒരു ഇമ്മ്യൂണിറ്റി കുറവാകുന്നതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു ആന്റിജൻ വരുന്ന സമയത്ത് ആന്റിബോഡീസ് ഉണ്ടാവുകയും ഈ ആന്റിബോഡീസ് അതിനെ ആന്റിജൻസിനെയും അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന മറ്റ് പാത്തജൻസിനെയും റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇതിനുശേഷം നമ്മുടെ ആന്റിബോഡീസ് നോർമൽ ആവും, അതിന്റെ അളവ് കുറയും, അത് നോർമൽ മെമ്മറി സ്റ്റേജിലേക്ക് മാറിയിട്ട് അല്ലെങ്കിൽ ഡോർമൻ സ്റ്റേജിലേക്ക് മാറിയിട്ട് പ്രൊട്ടക്ഷൻ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും വീണ്ടും. അത് പിന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല. അതേസമയത്ത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനുള്ള ആളില് ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ഒരുപക്ഷെ പുറത്തു നിന്നുള്ള ആന്റിജൻ അവിടെ ട്രിഗർ ചെയ്യാം. ഈ ആന്റിജൻ അല്ലാതെയും നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ആന്റിജൻ ഉൽപ്പാദിപ്പിക്കാം. ഇത് രണ്ടിനെയും ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആന്റിജൻസ് അവിടെ തീരുന്നില്ല, അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ്, പ്രത്യേകിച്ചും ശരീരത്തിനകത്ത് നമുക്ക് പെട്ടെന്നൊന്നും അത് കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ടിഷ്യൂ ഡാമേജസ് ഉണ്ടാക്കുക, അത് കണ്ടിന്യൂ ചെയ്യാം, ആ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കുറേ രോഗങ്ങളുണ്ട്. ഒന്ന് RA അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയാം, അല്ലെ, വാദം എന്നൊക്കെ മലയാളത്തിൽ കേൾക്കാറുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഡയബറ്റീസ് നമ്മൾ കേൾക്കാറുണ്ട്. ഡയബറ്റീസിൽ രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്, ഒന്ന് ടൈപ്പ് 1 ഒന്ന് ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് നോർമലി 18 വയസ്സിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ചെറുപ്പം ഉണ്ടാവുന്ന ഒന്നാണ്. അതിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണ്? പാൻക്രിയാസിന് ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു എവിടുന്നോ പുറത്തു നിന്ന് വന്ന ഒരാളാണെന്ന് കാണുകയും അതിന്റെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബീറ്റാ സെല്ലിനെ അറ്റാക്ക് ചെയ്തിട്ട് പിന്നീട് ഇൻസുലിൻ ഉൽപാദനം നിന്നു പോവാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള ചില രോഗങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷിമോട്ടോസ് തൈറോയിഡിസം, അതല്ലെങ്കിൽ അഡിസൺസ് ഡിസീസ്, അതല്ലെങ്കിൽ SLE അല്ലെങ്കിൽ ലൂപ്പസ് എന്ന് പറയുന്ന രോഗം, അതുപോലെ തന്നെ ഇറിറ്റബിൾ ബവൽ ഡിസീസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, സീലിയാക് ഡിസീസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പ്രധാനമായിട്ട് 100-ലധികം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കാണാറുണ്ട്. ഇതിൽ ചിലതൊക്കെ വളരെ കോമൺ ആണ്, ഏകദേശം 10 എണ്ണത്തോളം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്, ഇൻക്ലൂഡിങ് സോറിയാസിസ് ഒക്കെ നിങ്ങൾ സ്കിൻ ഡിസീസ് ആണ്. സോ എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുക? കാരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ കണക്കുകളിലേക്കോ അല്ല ഞാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് ശരിയാക്കാൻ പറ്റുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങാം.